നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പൗരത്വം, സിറ്റിസൺഷിപ്പ്. ആർട്ടിക്കിൾ 5 to 11 നോക്കാം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം, ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 5 മുതൽ 11 വരെ. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955. പാർലമെൻറ്റ് പാസാക്കിയ 1955 ഇന്ത്യൻ പൗരത്വ നിയമമനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. 1. ജന്മസിദ്ധമായ പൗരത്വം, ബൈ ബർത്ത്. 2. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, ബൈ ഡിസെൻറ്റ്. 3. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ബൈ രജിസ്ട്രേഷൻ. 4. ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, ബൈ നാച്ചുറലൈസേഷൻ. 5. പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പോൾ പാർലമെൻറ്റ് പാസാക്കിയ 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. 1. ബൈ ബർത്ത്. 2. ബൈ ഡിസെൻറ്റ്. 3. ബൈ രജിസ്ട്രേഷൻ. 4. ബൈ നാച്ചുറലൈസേഷൻ. 5. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അതുപോലെ ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ നഷ്ടപ്പെടാം. 1. പരിത്യാഗം, റിനൗൺസിയേഷൻ. 2. നിർത്തലാക്കൽ, ടെർമിനേഷൻ. 3. പൗരത്വാപഹാരം, ഡെപ്രിവേഷൻ. 3 രീതിയിൽ ഒരു ഇന്ത്യൻ പൗരന് തൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്താം. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വാപഹാരം. അടുത്തത്, ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിന്. ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. പൗരത്വത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനങ്ങളെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം പാർലമെൻറ്റിനാണ്. പൗരത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങളെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം പാർലമെൻറ്റ്. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കാനുള്ള അവകാശം. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ: 1986, 1992, 2003, 2005, 2015, 2019. ലാസ്റ്റ് 2019. അടുത്തത് 2019 പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ ഭേദഗതി ബിൽ ലോകസഭ പാസാക്കിയത് 2019 ഡിസംബർ 10. അതുപോലെ പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11. പൗരത്വ ഭേദഗതി ബിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. അപ്പോൾ 2019 ഡിസംബർ 10 ലോകസഭ പാസാക്കി, ഡിസംബർ 11 രാജ്യസഭ, ഡിസംബർ 12 പ്രസിഡന്റ് ഒപ്പുവെച്ചു. പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത് കേരളവും നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് എൽ.എം. സിംഗ്വി കമ്മിറ്റി. ഇന്ത്യയിൽ ഏക പൗരത്വമാണ്, പക്ഷേ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് എൽ.എം. സിംഗ്വി കമ്മിറ്റി. അടുത്തത് നമ്മൾ നോക്കുന്നത് PIO കാർഡ്. എന്താണ് PIO കാർഡ്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനൽ കാർഡ്. അതാണ് PIO കാർഡ്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനൽ കാർഡ്
PIO എന്ന പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചത് 1999 മാർച്ച് 30-ന്. PIO കാർഡ് ഗവൺമെൻറ് ആരംഭിച്ചത് 1999 മാർച്ച് 30-ന്. ഈ പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2002 സെപ്റ്റംബർ 15-ന്. ഗവൺമെൻറ് ആരംഭിച്ചത് 1999 മാർച്ച് 30. പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2002 സെപ്റ്റംബർ 15. PIO കാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് വിസ ഇല്ലാതെ തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നതിനും ഇന്ത്യയിലെ സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷൻ നേടുന്നതിനും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിനും സഹായിക്കുന്നു. PIO കാർഡ് കൊണ്ടുള്ള ഉപയോഗമാണ് പറയുന്നത്. PIO കാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് വിസ ഇല്ലാതെ തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നതിനും ഇന്ത്യയിലെ സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷൻ നേടുന്നതിനും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിനും സാധിക്കുന്നു. PIO കാർഡ് ഉടമകൾ 180 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. PIO കാർഡുകളുടെ കാലാവധി 15 വർഷമായിരുന്നു. 2015 ജനുവരി 9-ന് PIO കാർഡ് പദ്ധതി OCI പദ്ധതിയിൽ ലയിപ്പിച്ചു. അപ്പോൾ PIO കാർഡ് ഉടമകൾ 180 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. PIO കാർഡുകളുടെ കാലാവധി എന്ന് പറയുന്നത് 15 വർഷമാണ്. 2015 ജനുവരി 9-ന് PIO കാർഡ് പദ്ധതി OCI പദ്ധതിയിൽ ലയിപ്പിച്ചു. അപ്പോൾ PIO കാർഡ് ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചത് 1999 മാർച്ച് 30-ന്. ആ പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2002 സെപ്റ്റംബർ 15-ന്. 2015 ജനുവരി 9-ന് PIO കാർഡ് OCI പദ്ധതിയുമായി ലയിച്ചു. എന്താണ് OCI? ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ്. ഇന്ത്യൻ ഗവൺമെൻറ് 2004 രൂപം നൽകിയ പദ്ധതിയാണ് OCI കാർഡ്. മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ വംശജർക്ക് ഓവർസീസ് സിറ്റിസൺഷിപ്പ് നൽകുക വഴി അവരുടെ സമ്പാദ്യങ്ങൾ ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകാൻ സാധിക്കും എന്ന ആശയത്തിൽ നിന്നാണ് OCI രൂപപ്പെട്ടത്. 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്താണ് ഈ ആശയത്തെ ഇന്ത്യൻ ഗവൺമെൻറ് രൂപീകരിച്ചത്. നിലവിൽ 16 രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്കാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് നൽകുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരൊഴികെ 1950 ജനുവരി 26-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവരും ഇപ്പോൾ വിദേശ പൗരത്വം ഉള്ളവർക്കുമാണ് OCI ലഭിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് OCI ലഭിക്കുന്നത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരൊഴികെ 1950 ജനുവരി 26-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവർക്കും ഇപ്പോൾ വിദേശ പൗരത്വം ഉള്ളവർക്കുമാണ് OCI ലഭിക്കുന്നത്. OCI കാർഡുകൾക്ക് ആജീവനാന്ത കാലാവധിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്നത്. PIO കാർഡുകൾക്ക് 150 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. PIO കാർഡുകളുടെ കാലാവധി 15 വർഷമായിരുന്നു. പക്ഷേ OCI കാർഡുകളുടെ കാലാവധി എന്ന് പറയുന്നത് ആജീവനാന്തമാണ്. OCI കാർഡുകൾക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയപരമായ ഒരു അവകാശവും ലഭ്യമല്ല എന്ന് മാത്രമല്ല, ഭരണഘടന ഉറപ്പു നൽകുന്ന അവസര സമത്വം ആർട്ടിക്കിൾ 16 ഇവർക്ക് ലഭ്യമല്ല. OCI കാർഡുകൾക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയപരമായ ഒരു അവകാശവും ലഭ്യമല്ല എന്ന് മാത്രമല്ല, ഭരണഘടന ഉറപ്പു നൽകുന്ന അവസര സമത്വവും ഇവർക്ക് ലഭ്യമല്ല. അടുത്തത് പൗരത്വ ഭേദഗതി നിയമം 2019. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കി. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നോക്കാം. 2014 ഡിസംബർ 31-നോ അതിനു മുൻപോ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനത്തിൻ്റെ പേരിൽ ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകൾക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം 2019. അത് 2014 ഡിസംബർ 31-നോ അതിനു മുൻപോ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനത്തിൻ്റെ പേരിൽ ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകൾക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം 2019. ഇസ്ലാം മതത്തിനെ ഔദ്യോഗികമായി അംഗീകരിച്ച പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ 6 മതവിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുന്നത്. ഏതൊക്കെയാണ് 6 മതവിഭാഗങ്ങൾ? ഹിന്ദു, സിഖ്,
പാർസി, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ. ഈ മതങ്ങൾക്കാണ് 2019 പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ പൗരത്വം നൽകുന്നത്. പൗരത്വ ഭേദഗതി നിയമം 2019 പാർലമെന്റിൽ അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പൗരത്വ ഭേദഗതി നിയമം 2019 പാർലമെന്റിൽ അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഭരണഘടനയിലെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്ര വിഭാഗങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമം 2019 ബാധകമല്ല. ഭരണഘടനയിലെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്ര വിഭാഗങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമം 2019 ബാധകമല്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്, ആദ്യത്തെ കേരളം. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ആർട്ടിക്കിൾ 9 പ്രതിപാദിക്കുന്ന വിഷയം പൗരത്വം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ളത്. അതുപോലെ 2019 പൗരത്വ ഭേദഗതി നിയമവും, അതുപോലെ എന്താണ് PIO കാർഡ്, എന്താണ് OCI കാർഡ് തുടങ്ങിയവയും നോക്കി. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.